Today we are going to discuss about ozonolysis of alkenes. ഇപ്പോൾ ആൽക്കീൻസിലേക്ക് ഓസോൺ ആഡ് ചെയ്യാണ് ഇനേർട്ട് സോൾവെന്റിന്റെ പ്രസൻസിൽ. CCl4 ആണ് ഇനേർട്ട് സോൾവെന്റ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓസോണൈഡ്സ് ആണ്. അതിന് ഓസോണൈഡ്സിന് നമ്മൾ റിഡക്റ്റീവ് ഹൈഡ്രോളിസിസ് നടത്താണ്. സിങ്ക് ഡസ്റ്റ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ സിങ്ക് ഡസ്റ്റ് ഓഫ് അസറ്റിക് ആസിഡ് ഇത് വെച്ചിട്ട് നമ്മൾ റിഡക്റ്റീവ് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കാർബണൈൽ കോമ്പൗണ്ട്സ് കിട്ടും. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ഓസോണോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ്സോ അല്ലെങ്കിൽ കീറ്റോൺസോ ആവാം. അപ്പോൾ ആൽക്കീനെ നമ്മൾ O3 ആയിട്ട് റിയാക്ട് ചെയ്യാണ്. O3 എന്ന് പറയുമ്പോൾ ഓസോൺ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽക്കീൻ ഓസോണൈഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ റിംഗ് ആണ് കിട്ടുന്നത് അല്ലെ, സൈക്ലിക് ആയിട്ടുള്ള റിംഗ് ആണ്. ഓക്സിജന് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 3 ഓക്സിജൻ അവിടെ ലിങ്ക് ചെയ്യാണ്. അതിനെയാണ് ആൽക്കീൻ ഓസോണൈഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റിഡക്റ്റീവ് ഹൈഡ്രോളിസിസ് നടത്താണ് വാട്ടർ ആൻഡ് സിങ്ക് ഡസ്റ്റിന്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് കാർബണൈൽ കോമ്പൗണ്ട്സ് കിട്ടും. അപ്പോൾ കാർബണൈൽ കോമ്പൗണ്ട്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് ഇതൊരു കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇതേയും ഒരു കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട്സ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഓസോണൈഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാതെ തന്നെ റിയാക്ഷൻ നടത്താൻ പറ്റും. ഓസോണോളിസിസ് ഓഫ് ഈഥീൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഈഥീനെ നമ്മൾ ഓസോണോളിസിസ് ചെയ്യുമ്പോൾ ഈഥീൻ ഓസോണൈഡ് കിട്ടി. അതിനെ നമ്മൾ റിഡക്റ്റീവ് ഹൈഡ്രോളിസിസ് ചെയ്യാണ് സിങ്ക് ആൻഡ് വാട്ടറിന്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് 2 ഫോമാൽഡിഹൈഡ്സ് ആണ് കിട്ടുന്നത് അല്ലെ, മെത്തനാൽ അല്ലെങ്കിൽ ഫോമാൽഡിഹൈഡ്. അതിന്റെ കൂടെ H2O2 ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഓസോണോളിസിസ് ഓഫ് പ്രൊപ്പീൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അസറ്റാൽഡിഹൈഡും ഫോമാൽഡിഹൈഡും ആണ് നമുക്ക് അതിന്റെ കാർബണൈൽ കോമ്പൗണ്ട്സ് കിട്ടുന്നത്, പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ആ പ്രൊപ്പീൻ നമ്മൾ ഓസോണായിട്ട് റിയാക്ട് ചെയ്തു. ആ പ്രൊപ്പീൻ ഓസോണൈഡ് കിട്ടി. ദെൻ ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്തനാലും അതുപോലെ തന്നെ മെത്തനാലും. ഓക്കെ, മെത്തനാൽ ആൻഡ് എത്തനാൽ 2 കാർബണൈൽ കോമ്പൗണ്ട്സ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടി. ഇനി അതർ എക്സാമ്പിൾസ് ആണ് 2-മിഥൈൽ പ്രൊപ്പീനെ നമ്മൾ O3 ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ 2-മിഥൈൽ പ്രൊപ്പീൻ ഓസോണൈഡ് കിട്ടി. അതിനെ വാട്ടർ ആയിട്ട് അതുപോലെ തന്നെ സിങ്ക് ഡസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊപ്പനോൺ ആൻഡ് മെത്തനാൽ, ഒന്ന് അസറ്റോൺ ആണ്, അതുപോലെ ഒന്ന് ഫോമാൽഡിഹൈഡ് ആണ്. കീറ്റോണും അതുപോലെ ആൽഡിഹൈഡും ആണ് നമുക്കിവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 2-മിഥൈൽ ബ്യൂട്ടീൻ അതിനെ ഓസോണായിട്ട് റിയാക്ട് ചെയ്ത ഓസോണൈഡ് കിട്ടി. ഓസോണൈഡിനെ റിഡക്റ്റീവ് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊപ്പനോൺ ആൻഡ് എത്തനാൽ, ഓക്കെ, പ്രൊപ്പനോൺ ആൻഡ് എത്തനാൽ ആണ് അവിടെ കിട്ടുന്ന അസറ്റോണും അസറ്റാൽഡിഹൈഡും. അപ്പോൾ ഇതാണ് നമ്മളെ ഓസോണോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസോണോളിസിസ് മെയിൻ ആയിട്ട് നമ്മൾ അതിന്റെ അപ്ലൈ ചെയ്യുന്നത് എന്തിനെയാണ്, നമ്മൾ ഡബിൾ ബോണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ ആൽക്കീനായിട്ട് തരുമ്പം ഏതെങ്കിലും ഒരു ആൽക്കീന് തരുമ്പോൾ അതിന്റെ ഡബിൾ ബോണ്ട് എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസോണോളിസിസ് ചെയ്താൽ മതി. അപ്പോൾ ഓസോണോളിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഡബിൾ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ആദ്യം ഓസോണോയിഡ് ഫോം ചെയ്തു. അങ്ങനെ ഓരോന്നും ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഇവിടെ നോക്കാം, അസറ്റാൽഡിഹൈഡ് ആയിട്ട് ഇത് മാറി, അതുപോലെ തന്നെ ഇത് അസറ്റോൺ ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ട് എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസോണോളിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓസോണോളിസിസിൽ കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ അവിടെ ഫോം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ ആൽക്കീനിലേക്ക് ഡബിൾ ബോണ്ട് എവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നും നമ്മൾ ഈ ഓസോണോളിസിസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ആൽക്കീൻ C6H12 എന്ന് പറയുന്ന ഒരു ആൽക്കീനാണ് നമുക്ക് കിട്ടിയത്. അതിന്റെ മോളിക്കുലർ ഫോർമുല മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഓസോണോളിസിസ് ചെയ്തു. അപ്പൊ രണ്ട് പ്രൊപ്പനോൺ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്കറിയാം ഈ ഓക്സിജൻ 2 നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൽക്കീൻ ഇതായിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലുള്ള ആ റിയാക്ഷനിൽ അതിന്റെ ആൽക്കീന്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്, 2,3-ഡൈമിഥൈൽ ബ്യൂട്ടറ്റൂയീൻ ആണ് അല്ലെ. 2,3-ഡൈമിഥൈൽ ബ്യൂട്ടറ്റൂയീൻ ആണ് ഇതിന്റെ സ്ട്രക്ചർ വരിക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ സ്ട്രക്ചർ കിട്ടുന്നത്. അപ്പൊ ഡബിൾ ബോണ്ട് എവിടെയെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും ഓസോണോളിസിസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അനദർ റിയാക്ഷൻ ആണ് നമ്മൾ നോക്കുക, C5H10ന്റെ ഓസോണോളിസിസ്. C5H10ൽ എവിടെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് വരുന്നത് നോക്കുക. അപ്പൊ എങ്ങനെയാണ് ഓസോണോളിസിസ് ചെയ്യുമ്പോൾ പ്രൊപ്പനാലും എത്തനാലും ആണ് കിട്ടുന്നത്, പ്രൊപ്പനാൽഡിഹൈഡ് ആൻഡ് അസറ്റാൽഡിഹൈഡ്. അപ്പൊ അതിൽ നോക്കുക, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പെന്ററ്റൂയീൻ ആണ്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നത് എങ്ങനെയാണ്, ഈ ഓക്സിജനും നമ്മൾ മാറ്റി വെച്ചാൽ ഈ ഡബിൾ ബോണ്ട് വരും. ഈ കാർബണായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ കിട്ടുന്ന
പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ കിട്ടുന്ന ഏത് ആൽക്കീനാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഡബിൾ ബോണ്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പെൻറ്റ് 2ഈനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.